ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാത വ്യാകരണത്തിലേക്ക്, പ്രഭാത മന്നയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്നത് നാം ആരാണ് എന്നുള്ളതാണ്. നാം ആരാണെന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം തിരഞ്ഞെടുത്തിരിക്കുന്നത് 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രഭാതത്തില് നാം ആരാണെന്നൊന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പലപ്പോഴും നാം ആരാണെന്ന് അറിയപ്പെടുന്നത് ഒന്നീ നമ്മളുടെ ഉയർച്ചയിൽ, നമ്മുടെ കുടുംബ മഹിമയിൽ, നമ്മുടെ സ്ഥാനമാനങ്ങളിൽ, വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയിലൊക്കെയാണ് പലപ്പോഴും നമ്മെ അറിയപ്പെടുന്നതെങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, നാം ആരാണെന്ന് പറയുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവിയിൽ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നിന്നാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പത്രോസ് നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. ഈ ലോകം തരുന്നതായ ഒരു സ്ഥാനമാന മോഹങ്ങളൊന്നും അല്ല. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടില് നാം ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്. നമ്മൾ അന്ധകാരത്തിൽ ഇരുന്നവരായിരുന്നു, എന്നാൽ അത്ഭുത പ്രകാശമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മെ ഒരു പുതിയ തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വാക്യത്തിലൂടെ. അന്ധകാരത്തിലിരുന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിട്ട് ആ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു പദവിയുണ്ട്, നമുക്കൊരു വിളിയുണ്ട്, നമുക്കൊരു ലേബലുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്നും ആ വാക്യത്തിൽ പറയുകയാണ്. നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ഈ അന്ധകാരത്തിൽ ഇരിക്കുന്നവരുടെ ഇടയിലേക്ക് സൽഗുണങ്ങളെ ഘോഷിച്ച് വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മെ വിളിച്ചവന്റെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ലേബൽ എന്താണ്? നാം സാധാരണക്കാരല്ല. ആരാണ് നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം ചുമ്മാതെ വന്നവരല്ല. തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി നമ്മെ തെരഞ്ഞെടുത്തതാണെന്ന് വളരെ വ്യക്തമാക്കുകയാണ്. മറ്റു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരു ജാതിയാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർക്ക് ഒരേ വിശ്വാസമാണ്, ഒരു ജാതിയാണ്. പിന്നെയോ രാജകീയ പുരോഹിത വർഗമാകുവാനാണ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നാം ആ നിലയിൽ നമ്മളെ വിളിച്ച, സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നമ്മെ വിളിച്ച, തൻ്റെ തിരുരക്തത്താൽ നമ്മെ വീണ്ടെടുത്ത, നമ്മെ തെരഞ്ഞെടുത്ത നമ്മുടെ കർത്താവിന് അനുയോജ്യമായിട്ട് നാം ജീവിക്കണം. നാം എങ്ങനെ ജീവിക്കണം? അതാണ് നമ്മെ ഭരിക്കേണ്ടുന്നതായ ചിന്ത. നാം ആരെ പ്രീതിപ്പെടുത്തി ജീവിക്കണം, നാം ആരെ മഹത്വപ്പെടുത്തണം എന്നെല്ലാം ഈ വാക്യം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ നമ്മെ ഒന്ന് ചിന്തിപ്പിക്കുക. എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായിട്ട് എന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വിളിക്കൊത്തവണ്ണം ജീവിക്കുവാൻ എനിക്ക് കർത്താവിൻ്റെ കൃപ പ്രാപിക്കേണ്ടുന്നതിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. രാജകീയ പുരോഹിത പദവി നിലനിർത്തുവാൻ തക്കവണ്ണമുള്ള പ്രവൃത്തി നമ്മിൽ നിന്നുണ്ടാകുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ ഒരേ വിശ്വാസത്തിൻ്റെ കർത്താവിന് കൊള്ളാവുന്ന ഒരു നല്ല വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉയർത്തേണ്ടുന്നതിന് ഈ പ്രഭാതത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തികളും, വിളിക്കപ്പെട്ട ഓരോ വ്യക്തികളും, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളും അവരുടെ വിശ്വാസ ജീവിതത്തില് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിച്ചുകൊണ്ട് നമുക്കായി ഒരുക്കുന്ന നിത്യഭവനത്തിൻ്റെ അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ, അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയിൽ നല്ല വെളിച്ചങ്ങളായി മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്നവരായി അനുഗ്രഹമായിരിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നമ്മെ സഹായിക്കേണ്ടുന്നതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം അനുഗ്രഹപൂർണമാകുവാൻ, ഈ ലോകത്തിലുള്ള മായയിൽ നമ്മുടെ ജീവിതങ്ങളെ നഷ്ടപ്പെട്ടു പോകാതെ, നമ്മൾ ഈ ലോകത്തിൽ തരുന്ന പദവികളിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ
കർത്താവ് ഒരുക്കുന്ന നിത്യ രാജ്യത്തിലേക്ക്, രാജകീയ പുരോഹിത പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നാം ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കരുണയുള്ള ദൈവമേ, നല്ലൊരു പ്രഭാതം കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എത്രയോ പേര് കഴിഞ്ഞ രാത്രി കണ്ടവർ ഈ പ്രഭാതം കാണാതെ കടന്നുപോയി. എങ്കിലും ദൈവമേ, ജീവിക്കുവാൻ, ഈ ഒരു ദിവസം കൂടി കാണുവാൻ, ഈ ദിവസത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ, കർത്താവുമൊത്ത് ഞങ്ങളുടെ ജീവിതം പങ്കിടുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളും ബലഹീനതകളും പ്രതികൂലങ്ങളും എല്ലാം തരണം ചെയ്യുവാൻ, അതിനെയെല്ലാം മറികടക്കുവാൻ കർത്താവിൻ്റെ സ്നേഹത്താൽ വ്യാപരിക്കുന്ന സ്വഭാവം അടിയങ്ങളിലേക്ക് പകർന്നു തരണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ മുദ്രയിട്ട് കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവുമായി ചേർന്നായിരിക്കാൻ, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം, കഷ്ടം, പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ താളടിയായി പോകാതെ ഇരിപ്പാൻ, അവിടുത്തെ വെളിച്ചം ഞങ്ങളിൽ പ്രകാശിക്കുവാൻ അവിടുന്ന് സഹായിച്ചൊരുക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമെന്ന് ലഭിക്കും. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.